നീരജ, ഇതുവരെ നിന്റെ ദേഷ്യം മാറിയില്ല. ഇല്ല. എങ്ങനെ മാറും? 1 കോടി രൂപ വില വരുന്ന ആഭരണങ്ങളാ ആ പെണ്ണിന് പൂർണ്ണിമ വാങ്ങിക്കൊടുത്തത്. അതൊക്കെ പൂർണ്ണിമയുടെ പേഴ്സണൽ അക്കൗണ്ടിലെ കാശല്ലേ നീരജ? എന്ന് കരുതി അതല്ലേ എവിടെയോ കിടന്നിരുത്തി കൊണ്ടുപോകുന്നത് കണ്ട് മിണ്ടാതിരിക്കണം. നമുക്കും ഒരു മോളല്ലേ, അവൾക്കും കല്യാണപ്രായമായി വരിക. ഈ ആഭരണങ്ങളൊക്കെ അവൾക്ക് കിട്ടിയാൽ എന്താ, കഴിക്കുവോ? ഈ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ പോലെ തന്നെ നിരാശയും വിഷമവും എനിക്കും ഉണ്ട്. പക്ഷെ എന്തോ പ്രയോജനം? ആ നാശം പിടിച്ച പെണ്ണ് വലതുകാലം വെച്ച് കയറുന്നതിന് മുമ്പ് തന്നെ എല്ലാം അടിച്ചെടുക്കുക. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാലത്തെ കാര്യം പറയണം. കല്യാണം മുടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെല്ലാം ശ്രമിച്ചില്ലേ? നടക്കാത്തതിന് എന്ത് ചെയ്യാനാ? ഇനി നമുക്ക് ക്ഷമിക്കാം. തൽക്കാലം എൻഗേജ്മെന്റ് നടക്കട്ടെ. അതിനുശേഷം ഏതെല്ലാം വഴിയില്ല കല്യാണം നടത്താതിരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഏത് വിധനെ ഈ കല്യാണം മുടക്കണം. എനിക്ക് പോലും ഇത്രയും വില കൂടിയ ആഭരണങ്ങൾ വാങ്ങി തന്നിട്ടില്ല ആരും. അപ്പൊ എവിടെയോ കിടക്കുന്നവള് അതൊന്നും ഇട്ട് അങ്ങനെ ഞെളിയണ്ട. നീ ഒന്ന് സമാധാനിക്കേ. എനിക്കറിയാം എന്തോ വേണ്ടെന്ന്. ഇവിടുത്തെ സ്വത്തുക്കളൊന്നും നമ്മുടെ കൈവിട്ട് എവിടേക്കും പോവില്ല. നിങ്ങളുടെ ഈ വാക്കും വിശ്വസിച്ചിരിക്കുന്നോണ്ടാ ഓരോന്നൊക്കെ കാണേണ്ടി വരുന്നത്. ഇന്ന് ആ സ്വർണ്ണം എല്ലാം കൂടി കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. നീരജ, നീയൊന്ന് വിഷമിക്കാതെ നമുക്ക് നോക്കാം. നിശ്ചയം നടക്കുന്ന എല്ലാ ബന്ധങ്ങളും വിവാഹത്തിൽ എത്തണമെന്നൊന്നും ഇല്ലല്ലോ. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? കല്യാണക്കാരിയാണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, നമ്മുടെ പൃഥ്വിയുടെ കല്യാണവും നിശ്ചയമൊക്കെ നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് ഗംഭീരമാക്കണമെന്ന് ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ നീരജ? അതെ അതെ, കുറെ നാളുകൾക്ക് ശേഷം ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു ചടങ്ങല്ലേ, പിന്നെ അത് നമുക്ക് ആഘോഷാക്കണമെന്ന് ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്റെ അനന്തരവന്റെ കല്യാണമാണ് വരുന്നത്. ഒരു ഉത്സവം പോലെ ഞാനത് ആഘോഷിക്കും. ഒന്നിനും ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അത് പിന്നെ അങ്ങനെ സംഭവിക്കും. ചന്ദ്രേട്ട ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് തന്നെ നമ്മളത് നടത്തും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണിമ തുടങ്ങി കഴിഞ്ഞു. അത്